ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വാവീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നൊരു യാത്ര പോയാലോ? എങ്ങോട്ടാണെന്നല്ലേ? ഒരുപാട് ദൂരേക്കൊന്നുമല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ. നമ്മുടെ തിരുവനന്തപുരത്ത് കോവളത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ KTDC സമുദ്ര ഹോട്ടലിൽ ഒരു ദിവസത്തെ സ്റ്റേ, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്ത്, ലീവൊക്കെ ഉള്ള സമയത്ത് ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റേ ഒക്കെ ചെയ്യുന്നത് മെൻ്റലി ഒന്ന് റിഫ്രഷ് ആകാനൊക്കെ നല്ലതല്ലേ. മാത്രമല്ല, ഈ യാത്രയ്ക്ക് പിന്നിൽ മറ്റു ചില പ്ലാനൊക്കെ ഉണ്ട്, അത് പതിയെ പറയാട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ഏകദേശം ഒരു 3-4 മണി സമയത്ത് ഞങ്ങൾ ഹോട്ടലിലെത്തി. ആക്ച്വലി ട്രാവലിംഗ് മൊത്തം ഒരു 30-40 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഉച്ച സമയത്ത് ഫുൾ വെയിലടിച്ച് ഫുഡൊന്നും കഴിക്കാതെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ടായിരിക്കാം ഭയങ്കര ടയേർഡായിട്ട് ക്ഷീണിച്ച് ദാഹിച്ചാണ് വന്നത്. അപ്പോൾ വന്ന പാടെ എത്രയും പെട്ടെന്ന് റൂമിലെത്തി ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഫീലിങ്ങിലാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കുടിക്കാനായിട്ടൊരു ജ്യൂസ് വന്നു. ശരിക്കും പറഞ്ഞാൽ ജ്യൂസ് കുടിച്ചപ്പോഴാണ് കുറച്ച് എനർജി കിട്ടിയത്. അങ്ങനെ ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് തന്നെ ലിഫ്റ്റ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. ശരിക്കും ഇവിടുത്തെ റൂമും ആംബിയൻസും വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സർക്കാർ സ്ഥാപനം ആകുമ്പോൾ അത്ര വലിയ സെറ്റപ്പ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാറില്ലല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇവരുടെ റൂം വരെ ഒരു ബീച്ച് ആൻഡ് സൺ തീമിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടറിയില്ല, ഭിത്തിയൊക്കെ വന്നിട്ട് ബ്ലൂ കളറിൽ സീഡ് ഓഷ്യനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്, ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സൺസെറ്റ് അല്ലെങ്കിൽ സണ്ണിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ആ ഒരു തീമിലാണ് അവർ റൂം വെച്ചിരിക്കുന്നത്. വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാൽക്കണി തുറക്കുമ്പോൾ തന്നെ നമുക്ക് ബീച്ച് വ്യൂ ആണ് വരുന്നത്. ബീച്ചും സൈഡിൽ പൂൾ വ്യൂ ഉണ്ട്, പിന്നെ ഗാർഡൻ ഉണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കിഡിലം വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഏകദേശം 4 മണിയായി ഇവിടെ എത്താനായിട്ട്. അപ്പോൾ ഊണിൻ്റെ സമയമൊക്കെ ഇവിടെ കഴിഞ്ഞായിരുന്നു ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ ഏകദേശം ഈ പ്രോപ്പർട്ടി ഫുള്ള് മൊത്തം 5 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലൊരു 64 റൂംസ് ഉണ്ട്. അതിൽ 2 പ്രീമിയം സ്യൂട്ട്സും ബാലൻസ് ഡീലക്സ് റൂംസും ആണ്. അതേപോലെ നമ്മുടെ ആ മുന്നിൽ കാണുന്ന ദൂരെ കാണുന്ന സ്റ്റേജിൽ വെച്ചിട്ട് കഥകളി, മ്യൂസിക്കൽ ഇവൻറ്റ്സ്, അതേപോലെയുള്ള പല പരിപാടികളൊക്കെ ഫോറിനേഴ്സൊക്കെ വരുന്ന സമയത്ത് പീക്ക് സീസണിൽ നടത്താറുണ്ട്. അതുപോലെ കല്യാണം, റിസപ്ഷൻസും ഒക്കെ നടത്താറുണ്ട്. ചെറിയ ചെറിയ ഫംഗ്ഷൻസ് എല്ലാം നടത്താറുണ്ട് ഇവിടെ. പിന്നെ എങ്ങോട്ട് നോക്കിയാലും ഒന്നും പറയാനല്ല, അടിപൊളി സീനറിയാണ്. ബീച്ച് ആയാലും ലാൻഡ്സ്കേപ്പിംഗ് ആയാലും ചുമ്മാ ഒരു ഫോട്ടോ എടുത്താൽ കൂടെ ഒപാര ഭംഗിയാണ്. നല്ല സീനറി അല്ലേ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പറ്റാത്ത സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ധാബ കണ്ടുപിടിച്ചു, ഒരു പഞ്ചാബി ധാബ. അപ്പോൾ ധാബയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ശരിക്കും നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നാളായതുകൊണ്ട് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ധാബ കണ്ടുപിടിച്ച് അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയും ഊണ് സമയം, ലഞ്ച് ടൈം എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ ചെയറും കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈവനിങ് ടൈമിൽ ഫുഡ് കഴിക്കാനായിട്ട് ആൾക്കാർ വരുന്ന സമയമാകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ വിശപ്പ് ഓൾറെഡി നല്ല വിശപ്പുണ്ടായിരുന്നു. അത് ലേറ്റ് ആയതുകൊണ്ട് ആ വിശപ്പ് പോവുകയും ചെയ്തു. അപ്പോൾ എന്താ കഴിക്കേണ്ടതെന്ന് അറിയാതെ കുറേ നേരം ആലോചിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് സാധനമാണ് ലസ്സി. അപ്പോൾ ആദ്യം ഞങ്ങൾ അത് ഓർഡർ ചെയ്തു. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ലസ്സികളിൽ വെച്ച്, ഞാൻ കഴിച്ചിട്ടുള്ള ലസ്സി എന്ന് പറഞ്ഞാൽ സാധാരണ തൈരിനകത്ത് പഞ്ചസാര ഇട്ട് കലക്കി തരുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് കുടിക്കുമ്പോൾ തോന്നാറ്. പക്ഷേ ഈ ലസ്സി ശരിക്കും ഹസ്ബൻഡ് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ശരിക്കും തൈര് കടഞ്ഞെടുത്ത് അതിൽ ഇത് ഷുഗർ ചേർത്ത് അവർ പ്രിപ്പയർ ചെയ്ത് തന്നതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നല്ല ഒരു സെമി ലിക്വിഡ് ഫോമിൽ നല്ല ടേസ്റ്റി ആയിട്ട്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ലസ്സികളിൽ വെച്ച് സൂപ്പറായിട്ടുള്ള ലസ്സി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒട്ടും ലസ്സി ഫാൻ അല്ല, പക്ഷേ ഈ ലസ്സി ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് 2-3 തവണ വീണ്ടും കുടിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ആലു പൊറാട്ടയും കടായി പനീറുമാണ് ഓർഡർ ചെയ്തത്. ആലു പൊറാട്ട നല്ല ഹെവി ആയിരുന്നു, എന്നെക്കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് മുന്നേ ഞങ്ങൾ ചെറിയ ഒരു ഇത് ഓർഡർ ചെയ്ത്, തന്തൂരി ഫുൾക്ക ഓർഡർ ചെയ്തു. ഫുൾക്ക വളരെ നൈസാണ്, ചെറുതാണ്, അതൊന്നും ആയില്ല. അതുകൊണ്ടാണ് കുറച്ച് ഹെവി ആയിട്ട് ആലു പൊറാട്ട ഓർഡർ ചെയ്തത്. പക്ഷേ അത് ഭയങ്കര ഹെവി ആയിപ്പോയി, എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിലെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നു.
ഞങ്ങൾ 2 പ്ലാൻ ഉണ്ടായിരുന്നു. ഒന്ന് ബീച്ചിൽ പോവുക, പിന്നെ ഒന്ന് പൂളിൽ പോവുക. അപ്പോൾ ഫസ്റ്റ് ബീച്ചിൽ പോവാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ഈ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ടെന്നാണ്, ഇവരുടെ തന്നെ ബീച്ചാണെന്നാണ് പറയുന്നത്. എനിക്കത് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഞങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. കാരണം കടൽക്ഷോഭം അങ്ങനെ എന്തോ റീസൺ കാരണം ആരെയും കടലിലേക്ക് ഇറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ ഈ കാണുന്ന വഴിയിൽ ഈ ഭാഗത്ത് താഴെ അങ്ങ് ലാസ്റ്റ് ബീച്ചിലേക്കൊരു ഗേറ്റ് ഉണ്ട്, അവിടെ വരെ പോകുന്ന ഒരു വഴിയാണ് അത്. ഇതുവഴി നടന്ന് നമുക്ക് അങ്ങ് താഴെ വരെ എത്താം. അപ്പോൾ താഴെ ഇറങ്ങാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷെ അത്രയും അടുത്ത് നിന്ന് കടൽ കാണാനായിട്ട് സാധിച്ചു. കോവളത്തെ തന്നെ ഫേമസ് ഹോട്ടലുകളിൽ ഒന്നാണ് KTDCയുടെ സമുദ്ര ഹോട്ടൽ. അതേപോലെ തന്നെ കോവളത്തെ ഫസ്റ്റ് ബീച്ച് റിസോർട്ട് കൂടിയാണ് സമുദ്ര. 1920 സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് ഇത് പണി കഴിപ്പിച്ചത്. 1930കളിലാണ് ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഈ ഹോട്ടൽ മാറുന്നത്. ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 1996-97 കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ബീച്ചിലാകട്ടെ വർക്കലയിലെ പോലെ ആൾക്കൂട്ടമോ ബഹളമോ തിക്കിത്തിരക്കോ ഒന്നുമില്ല. വളരെ പീസ്ഫുള്ളാണ്, കാമാൻ ക്വയറ്റാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ചുമ്മാ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റും ആ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും വ്യൂവും ഒക്കെ ചേർന്നിട്ട് ഭയങ്കര നല്ല ഒരു എനർജിയാണ് ഫീൽ ചെയ്യുക. ഫാമിലിയൊക്കെ കൊണ്ടുവന്ന ഒരു ഈവനിങ് സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഈ പ്രോപ്പർട്ടിയിൽ വന്നിട്ട് നമ്മുടെ ടൈറ്റാനിക് ഷിപ്പിൻ്റെ ഷേപ്പിൽ ഒരു സംഭവം ഉണ്ട്, ആ കാണുന്നില്ലേ? അതിൻ്റെ മേലെ പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഷിപ്പിൻ്റെ മേലിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. കറക്റ്റ് ഷിപ്പിൻ്റെ ഷേപ്പിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബീച്ച് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഫുൾ വ്യൂ, കടൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമം കാരണം വീണ്ടും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത്, ഞങ്ങൾ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ പ്ലാൻ ബി ഉണ്ടല്ലോ, അതായത് പൂളുണ്ടല്ലോ. അപ്പോൾ നേരെ പൂളിലേക്ക് വെച്ച് പിടിച്ചു. ഞങ്ങളവിടെ വന്ന സമയത്ത് കുറച്ച് കുട്ടിപ്പട്ടാളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷം 1 by 1 ആയിട്ട് ഫാമിലീസൊക്കെ വന്നു. എന്നാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പൂള് വൈകുന്നേരം 6 മണി വരെ ആയിരുന്നു ഓപ്പൺ. അങ്ങനെ പൂളിൽ കുറേ നേരം അർമാദിച്ച ശേഷം ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഈവനിങ്ങിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാനോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഇവിടെ ഗാർഡനിലേക്ക് വന്നപ്പോഴാണ് നല്ല കാറ്റ്, കടലിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. മഴ വരാനുള്ളൊരു ചെറിയൊരു മഴക്കോളും ഒരു മഴയുടെ ആ ഒരു തണുപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല സൂപ്പറായിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഗാർഡനിലേക്ക് വന്നു. നൈറ്റിൽ ഇവിടെ കാണാൻ നല്ല രസമല്ലേ, ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. പകൽ വന്നപ്പോൾ വേറൊരു വൈബ്, നൈറ്റിൽ വന്നപ്പോൾ വേറൊരു വൈബ് അല്ലേ. അങ്ങനെ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഹൗസ് ബീച്ചിലേക്ക് പോകാനായിട്ടുള്ളൊരു പ്ലാനാണ് ഇട്ടിരുന്നത്. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. പക്ഷേ വഴി തെറ്റി ഇടയ്ക്ക് വേറൊരു ബീച്ചിലേക്ക് ഞങ്ങൾ പോയി. ഇവിടെ കുറേ ബീച്ചുകളുണ്ട്, അപ്പോൾ പേര് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. ലൈറ്റ് ഹൗസ് ബീച്ചിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി വർക്കലയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വർക്കലയുടെ അത്രയും ഒരു തിരക്കൊന്നും ഇവിടെ ഇല്ല. എന്നാൽ ഇഷ്ടംപോലെ ഷോപ്പുകളും ചെറിയ ചെറിയ ഫുഡ് ഷോപ്പുകളും കഫേകളും ഒക്കെ എൻ്റെ സൈഡിലായിട്ടുണ്ട്. ഒരു സൈഡിൽ ബീച്ച്, ഒരു സൈഡിൽ ഷോപ്സ്, അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ ക്ലിഫ് അങ്ങനത്തെ ഒന്നുമില്ല, ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ കടകളെല്ലാം വരുന്നതെന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ വലിയ തിരക്കുമില്ല. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സാറ്റർഡേ ഈവനിങ് ആണ്. പക്ഷേ ആ ഒരു വീക്കെൻഡിൻ്റെ ഒരു റഷ് ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. പലതരം ഡ്രസ് ഷോപ്പുകളും പിന്നെ എന്താ പറയുക കഫേകളും ഒക്കെ ഇവിടെയുണ്ട്. വർക്കലയിലെ പോലെ തന്നെ ഇവിടെയുണ്ട്. നേരത്തെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ തന്നെ നല്ല കാറ്റായിരുന്നു. ഇപ്പോൾ കടലിനോട് കുറച്ചും കൂടെ അടുത്തപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റ്. നേരത്തെ പറഞ്ഞ പോലെ മഴയുടെ ആ ഒരു ഇതും കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര തണുത്ത
തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷനും ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നിന്ന് അങ്ങേ അറ്റം വരെയുള്ള ഫുള്ള് സൈഡ് വരെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം സൈഡിൽ ബിയർ പാർലറുകളൊക്കെ കണ്ടു, പക്ഷേ റേറ്റിംഗ് ഒന്നും അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി, എവിടെ കയറണമെന്ന് അറിയാൻ വയ്യാതെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ റിവ്യൂസൊക്കെ നോക്കി, ചില കടകളിലൊക്കെ തിരക്കൊക്കെ നോക്കി, ഇങ്ങനെ കുറച്ച് അനലൈസൊക്കെ ചെയ്തിട്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ലാസ്റ്റ് എൻഡ് വരെ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും എത്ര ഹോട്ടലുണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള അല്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റിൽ ഇവിടെ എൻഡിൽ വരെ എത്തി. എൻഡെന്ന് പറഞ്ഞാൽ ഡെഡ് എൻഡ് അല്ല, കുറച്ച് കടകളും കൂടെ അങ്ങോട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ വരെ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വന്നതിൽ വെച്ച് കുറച്ച് നല്ലതെന്ന് തോന്നിയ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ബീറ്റിൽസ് കഫേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് നടന്നിട്ട് ബീറ്റിൽസ് കഫേയിൽ വന്നു. റേറ്റിംഗ് ഇവിടെ അടിപൊളി റേറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബീറ്റിൽസ് കഫേയിൽ വന്നിട്ട് ഞങ്ങൾ സി ഫേസ് ചെയ്തിട്ട് നിയർ ബൈ ആയിട്ട് ഒരു സീറ്റാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ തൊട്ടു ഫ്രണ്ടിൽ കടൽ വരുന്ന രീതിയിലാണ് വ്യൂ, കണ്ടില്ലേ, തൊട്ടു ഫ്രണ്ടിൽ നമുക്ക് കടൽ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ആ സീറ്റാണ് ചൂസ് ചെയ്തത്. ഞങ്ങളുടെ ലൈഫിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഇത് ഫസ്റ്റ് ടൈമാണ്. അതായത് കടലിനോട് ചേർന്ന് മനോഹരമായ ഒരു ഈവനിങ്ങിൽ ഡിന്നർ കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, നല്ല കാറ്റും നല്ല വൈബും ഒക്കെ ആയിട്ട്. ഞങ്ങൾ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തത് പിസയും ഫ്രൈഡ് റൈസുമാണ്. പക്ഷെ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ എന്ത് ചെയ്തു, ഒരു ഗാർലിക് ബ്രെഡ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അതൊക്കെ കഴിച്ച് ചില്ല് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ പിസയും ഫ്രൈഡ് റൈസും കൊണ്ടുവന്നു. കുക്കിംഗ് ടൈം കുറച്ച് ടൈം എടുത്തു. പക്ഷെ പിസയുടെ കാര്യം പറഞ്ഞാണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ഇതേവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ബെസ്റ്റ് പിസ്സ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. തിൻ ക്രസ്റ്റിൽ അടിപൊളി പിസ്സയായിരുന്നു. ഫ്രൈഡ് റൈസ് അതേപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പീസൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി ടേസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ കൂടുതലും ഫോറിനേഴ്സ് ആണ് വരുന്നത്, അപ്പോൾ അവർക്ക് കൊടുക്കാനും കൂടിയാണല്ലോ ഇവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡും അതേപോലെ നല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ അടിപൊളി ഫുഡും ഉണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് നേരെ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അകത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ ആ ക്യാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റേ കടൽ മണ്ണൊക്കെ വെച്ചിട്ട് മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരു കമ്പാനിയനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേരൊന്നും അറിയില്ല. ആൾ കുറച്ച് ടെററാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താണ് നിന്നത്. പിന്നെ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, കുറേ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ പഴയ രീതിയിലുള്ള പണ്ടുള്ള പാത്രങ്ങൾ, ഒരു പഴയ ക്യാമറ, പിന്നെ പഴയ കാലത്തെ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയ മഴയുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് ചെന്ന് പാടെ കിടന്നുറങ്ങണമെന്നുള്ളൊരു മൈൻഡിലാണ് പോയത്. പക്ഷെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിശന്ന് കണ്ണ് കാണാണ്ടാണ് വന്നത്. അപ്പോൾ ഈ റിസപ്ഷനിൽ ഇത്ര മനോഹരമായ റിസപ്ഷൻ മിസ്സായല്ലോ. നമ്മളിത് ശരിക്കും കാണാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ കണ്ടില്ലേ, ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നോക്കിക്കുക, ഒരു സൈഡിലൊക്കെ ഒരു വള്ളത്തിൻ്റെ ഒരു പങ്കായൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അകത്ത് നേരെ വന്നു കഴിഞ്ഞൊരു ചെറിയൊരു വള്ളത്തിൻ്റെ ഒരു മോഡൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ രാവിലെ ഉച്ചയ്ക്ക് വന്നപ്പോൾ ശരിക്കും ഞങ്ങളിത് മിസ് ചെയ്തു. ഇതൊന്നും കാണാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ നേരെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നതുകൊണ്ട് തന്നെ നിറയെ ഐറ്റംസ് കിട്ടുമല്ലോ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, റെസ്റ്റോറൻറ്റിലേക്ക് വെച്ചു പിടിച്ചു. ബുഫേ സെറ്റപ്പൊക്കെ കുറച്ച് റിച്ച് ആയിരുന്നു കേട്ടോ. സെറ്റപ്പ് മാത്രമല്ല, ഫുഡ് ഐറ്റംസും ലൈവായിട്ട് ദോശ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. ലൈവായിട്ട് മസാല ദോശയും അല്ലാതെ സാദാ ദോശയൊക്കെ ഗീ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഫ്ലേക്സ് ഒക്കെ നോർമലി എല്ലാ ബുഫേയിലും ഉണ്ടാകുന്നതാണ്. പക്ഷേ എൻ്റെ വെറൈറ്റി ആയിട്ട് എൻ്റെ കണ്ണ് പോയത് നേരെ ബേക്കൺസിലേക്കാണ്. അതായത് പോർക്ക് ബേക്കണും ചിക്കൻ ബേക്കണും ഉണ്ടായിരുന്നു. ഇതങ്ങനെ നോർമലി എല്ലായിടത്തും ബുഫേയിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. ബേക്കൺ എന്ന് പറയുന്ന ഐറ്റം അങ്ങനെ കൊടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിതൊരു ടേസ്റ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഓംലെറ്റ്, പിന്നെ പാൻ കേക്ക്, സോസേജ് ഒക്കെ ഉണ്ടായിരുന്നു.
ഡെസേർട്ടിൽ വന്നിട്ട് കേക്കും കപ്പ് കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോർമലി ഉണ്ടാവുന്ന തന്നെയാണ്. പിന്നെ കേരള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ദോശ, പുട്ട്, കടല, അതുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പാൻ കേക്കും പോർക്ക് ബേക്കണും ടോസ്റ്റഡ് ബ്രെഡും കോൺഫ്ലേക്സും ആണ് എടുത്തത്. മാംഗോ ജ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കിടിലനായിരിക്കും എന്നുള്ളത്, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ ഇവിടുത്തെ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്നറിയാം, മറക്കാതെ അടുത്ത വീഡിയോ കാണുക. അപ്പോൾ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.